സ്പെഷ്യൽ ചിക്കൻ കറി. ഹായ്, ഇന്ന് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് പച്ച തേങ്ങ വെച്ചിട്ട് അരച്ചിട്ട് ഉള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളെന്ന് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. തേങ്ങ, അപ്പോൾ നമുക്ക് പച്ച തേങ്ങ ആയിരിക്കും, തേങ്ങ തന്നെ വേണം. പിന്നെ വേണ്ടത് കുരുമുളക് വേണം. കുരുമുളക് ഇത്തിരി തോനെ എടുത്തിട്ടുണ്ട് ഞാൻ, 2 വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ചീരകം, ചെറിയ ജീരകം, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇത് 1/2 സ്പൂണ്, ഇത് 1/2 സ്പൂണ്, ഇത് 2 ഓരോ സ്പൂണുകൾ. മുളക് പൊടി, മല്ലിപ്പൊടി ഓരോ സ്പൂണുകൾ. പിന്നെ മല്ലിയില ആവശ്യത്തിന്, അത് കഴുകിയിട്ട് വാരാൻ വേണ്ടി വെച്ചാൽ. പിന്നെ വേണ്ടത് നമുക്ക് തക്കാളി വേണം, കറി ലീഫ്, ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന്. നിങ്ങൾ എത്രത്തോളം 2 കിലോനോ 3 കിലോനോ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടുക. നമ്മുടെ മസാലകളുടെ അളവ് കൂട്ടിയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കടായി വെച്ചിട്ടുണ്ട്, പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് സവാള, ചെറിയ ഉള്ളി വഴറ്റണം. ഇതിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സവാളയും ചെറിയ ഉള്ളി. ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ, ആവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കുരുമുളക്, പെരിഞ്ചീരകം, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതില്ലേ, ഇതെല്ലാം ഇട്ട് കൊടുക്കും. ഇതിലേക്ക് ഞാൻ ഒന്ന് വഴണ്ടി വന്നപ്പോൾ നമ്മുടെ കുരുമുളകും ജീരകവും പെരിഞ്ചീരകവും കൂടിയിട്ടിട്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിയിലേക്കും കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് എടുത്ത് ഒരു പാത്രത്തേക്ക് മാറ്റണം. കാരണം ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതായിരിക്കണം. ഇനി ഇത് വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ട് അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വഴറ്റിയത് ഉണ്ടായിരുന്നില്ല, അത് നന്നായി അരച്ചിട്ട്, നല്ല പേസ്റ്റാണ്, ഒത്തിരി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കണ്ട, ഒന്ന് ഇളക്കി കൊടുക്കും. ഈ ഇതിലേക്ക് നമ്മളുടെ ബാക്കിയുള്ള കൂട്ടുകൾ ഇടാണ്ട്, ഇതാ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കും. ഇതാ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന മണം തുടങ്ങിയിരിക്കണം. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നമുക്ക് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തേക്കാം. ഇത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ചിക്കനും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കും. തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ നന്നാക്കി യോജിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കും. നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി കുറച്ച് വെള്ളം, 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഓക്കെ, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ, തോനെ വെള്ളം ഒഴിച്ചില്ല, കുറച്ച് വെള്ളം. അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ട് എടുത്ത വെള്ളമാണ്, അതാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇതുപോലെ ആക്കിയിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കും.
ചിക്കൻ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർക്കണം. ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇനി കുറച്ച് വെള്ളം നമ്മൾ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് കിടന്നിട്ട് വേവട്ടെ. തേങ്ങയും മസാലകളും ചിക്കനിലും ഒക്കെ പിടിച്ച് നന്നായിട്ട് വേവണം. തീ ഇത്തിരി കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഈ സമയത്ത് വല്ല ഉപ്പിൻ്റെ കുറവോ അതിനുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. വല്ല എരിവിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി മേപ്പിട്ട് തൂവി കൊടുക്കുക. ഗരം മസാലപ്പൊടിയുടെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി തൂവി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. കുറവുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അടച്ച് വെച്ച് വേവിക്കുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ആ റൗണ്ടിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നില്ലേ, അതാണ്. കറിയൊക്കെ നല്ല കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് എടുത്ത്, മല്ലിച്ചപ്പ് ഇഷ്ടമുള്ളവർ മല്ലിച്ചപ്പ് യൂസ് ചെയ്തോളൂ, ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്തോളൂ. കുറച്ച് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് കുറച്ചിട്ടിട്ടുള്ളൂ, ഞാൻ കുറച്ചും കൂടി ഇട്ടു. എന്നിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്ത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഞാൻ കാണിച്ചു. ഇവിടെ കറി ഒരു ഡിഷ് പാത്രത്തിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.